വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ് എൻ്റെ മുഖം കാണിക്കുന്നത്. ഞാനൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇന്ന് ലാസ്റ്റത്തെ ഡേ ആണ് പീക്കു പാർക്ക്. മീൻസ് നമ്മൾ ഏർക്കാട് പോയതിൻ്റെ നമ്മൾ ലാസ്റ്റ് പോകുന്നത് പീക്കു പാർക്കിലാണ്. പീക്കു പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ ആനിമൽസ്, ബേർഡ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഫോട്ടോ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. എനിക്ക് ആനിമൽസിനെയൊക്കെ കുറച്ച് സ്കേറി ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അവിടെ ചെന്ന ബേർഡ്സിനെ പോലും അതിൻ്റെ ചുണ്ടൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കര സ്കേറി ആയിരുന്നു കേട്ടോ. പക്ഷേ നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. അവിടെയുള്ള ബേർഡ്സിനെയും എല്ലാത്തിനെയും കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നറിയോ. കുറേ ആനിമൽസ് ഉണ്ട്, കുറേ ബേർഡ്സ് ഉണ്ട്, നല്ല ക്യൂട്ട് പപ്പീസ് ഉണ്ട്. ബേർഡ്സൊക്കെ നല്ല രസമാണ് കാണാൻ. പക്ഷേ നമ്മൾ അതിങ്ങനെ വന്ന് ചില സമയത്ത് നമ്മുടെ പ്രതീക്ഷിക്കാതെ വന്നിരുന്ന് കൊത്തുമ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര പേടിയാകും. എനിക്ക് പേടിയായി. അത് നമ്മുടെ കയ്യിലൊരു സാധനം തരും കേട്ടോ, അതിന് കൊടുക്കാൻ വേണ്ടി. അതിങ്ങനെ തരുമ്പം തന്നെ മേടിച്ചിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നടക്കണം, വായോ എന്നും പറഞ്ഞ്. അപ്പോൾ അതിങ്ങനെ വന്ന് നമ്മുടെ കയ്യിലിരിക്കും. അങ്ങനെ കയ്യിലിരിക്കുന്ന ബേർഡ് ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഫോട്ടോ എടുക്കാം. പിന്നെ നമുക്ക് അങ്ങനെ എടുക്കാൻ പേടിയാണെങ്കിൽ നമ്മളൊരു പ്ലേറ്റിലൊക്കെ അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ. ഇത് വലിയ പക്ഷിയാണ് കേട്ടോ. ഇതിന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ തൊട്ടിട്ടേ ഇല്ല. കാണാൻ നല്ല ക്യൂട്ടാണ്. കണ്ടിങ്ങനെ പാത്രങ്ങളിൽ അവരിങ്ങനെ കുറച്ച് വാട്ടർമെലനൊക്കെ ഇട്ട് തരും. അപ്പം ഇങ്ങനെ പിടിക്കാൻ നല്ല രസമാണ്. എന്നാലും ഞാൻ പേടിച്ചാണ് പിടിച്ചത്. അതാണ് എൻ്റെ അവസ്ഥ. കുറച്ച് ഫോട്ടോസ് എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് മാത്രം അങ്ങനെ എടുത്തു. പക്ഷേ പീക്കു പാർക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഫിഷുണ്ട്, പപ്പീസിനെയൊക്കെ നമുക്ക് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ കുതിരസവാരി ഉണ്ട്. കുതിരസവാരിക്ക് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് നമുക്ക് പിന്നെ വിഷമാകും. ലക്കിലി എവിടെയോ ഒരു 100 രൂപ പോക്കറ്റിൽ കിടന്നതുകൊണ്ട് എൻ്റെ കൊച്ചിൻ്റെ ആഗ്രഹം സാധിച്ചു കേട്ടോ. അവിടെ സ്കാനർ ആ ഓപ്ഷൻ ഇല്ല. പിന്നെ 300 റുപ്പീസ്, 200 അങ്ങനത്തെ റേറ്റേ ഉള്ളൂ. അഡൽട്ട്, ചിൽഡ്രൻ അങ്ങനെ. വേറെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് ടോയ്സൊക്കെ മേടിക്കാനുള്ള ഓപ്ഷൻസ്, അങ്ങനത്തെ സ്റ്റാളുകളുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള കുറേ ആനിമൽസ്. എനിക്ക് കുഞ്ഞ് റാബിറ്റിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് കുരങ്ങ് കണ്ടോ, പക്ഷെ അത് വരത്തില്ല. പക്ഷേ അതിങ്ങനെ ഭയങ്കര ഒരു സൗണ്ടൊക്കെ ആക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. കുറേ പപ്പീസ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് പോയ സ്ഥലം. അധികം സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഏർക്കാടിലെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ വിസിറ്റ് ചെയ്തത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു കേട്ടോ. ആ ഏർക്കാട് എന്ന് പറയുമ്പോൾ ഫുള്ള് ചുരമാണല്ലോ. അതിൻ്റെയാണ് ഞാൻ ആ ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ലൊക്കേഷൻ ഞാനിപ്പം കാണിച്ചു തരാം കേട്ടോ. അതെങ്ങനെയാണ് ചുരം, അത്രയും വളഞ്ഞാണ് നമ്മൾ മുകളിലേക്ക് എത്തുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല ക്യൂട്ട് മങ്കീസിനെയൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര എൻഡ് ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ്.